ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഒരു തീർത്ഥയാത്രയാണ് കേട്ടോ, 3 ദിവസത്തേക്കുള്ള. അപ്പം ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അവധിയൊക്കെ ആയിരുന്നല്ലോ, പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, അങ്ങനെ അവധി ദിവസങ്ങളിലായിരുന്നു. ആ ദിവസങ്ങളാണ് കേട്ടോ ഞങ്ങൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. അപ്പം നമ്മുടെ ഫാമിലി എല്ലാവരും തന്നെയുണ്ട് കേട്ടോ, ബന്ധുക്കളും അയൽവാസികളുമായിട്ട് ഒരു 50 പേരാണ് ഞങ്ങൾ ഒരു ബസ് എടുത്തിട്ട് യാത്ര പോകാൻ തീരുമാനിച്ചത്. ഇതെല്ലാ വർഷവും ഞങ്ങൾ മുടങ്ങാതെ പോകുന്നതാണ്. മണ്ടേക്കാട്ട് അമ്പലം, കന്യാകുമാരി ചുറ്റി അങ്ങ് പോരും. അപ്പോൾ പോണ വഴിക്കിട്ട് കുറച്ച് അമ്പലങ്ങളിൽ കൂടി അങ്ങ് കയറിയൊക്കെ പോകും. അപ്പം നമ്മുടെ ബസ് രാവിലെ എത്തിയിട്ടുണ്ട്. ഒരു 7 മണിയോടുകൂടി ബസ് വന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി ബസ്സിലൊക്കെ സീറ്റ് പിടിക്കുകയാണ് കേട്ടോ. ഈ സീറ്റൊക്കെ പിടിക്കുന്നത് വെറുതെയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കും. പിന്നെ കുട്ടികളൊന്നും ഇരിക്കത്തേയില്ല. കയറുമ്പോൾ തൊട്ട് തുള്ളലായിരിക്കും പാട്ടൊക്കെ വെച്ചിട്ട്. എന്തായാലും നല്ലൊരു യാത്രയാണ് കേട്ടോ. നമുക്കത് എല്ലാ വർഷവും പോയില്ലെങ്കിൽ ഒരു സങ്കടമാണ്. അതുകൊണ്ട് എല്ലാ വർഷവും തന്നെ ഞങ്ങൾ മുടങ്ങാതെ പോവാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് മണ്ണാറശാല ക്ഷേത്രത്തിലാണ്. അപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, ഇത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ബസ്സായതുകൊണ്ട് തന്നെ പാർക്കിംഗ് കുറച്ച് അകലെയാണ്. വലിയ ബസ്സാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് നടന്നിങ്ങ് പോകാൻ. അപ്പോൾ നല്ല വെയിലാണ്. പക്ഷേ ഈ അമ്പലത്തിൽ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾ വെയിലും ചൂടും ഒന്നും അറിയത്തില്ല കേട്ടോ. നല്ലൊരു തണുപ്പൻ അന്തരീക്ഷമാണ് കേട്ടോ. അറിയാമല്ലോ, ഇതൊരു കാട് പ്രതീതിയുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നിറയെ മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ആയിട്ട്. അവിടെയുള്ള മരങ്ങളൊന്നും വെട്ടാറേ ഇല്ലെന്ന് തോന്നുന്നു. നിറയെ മരങ്ങളാണ്. അപ്പോൾ ഒരു കാവിൻ്റെ പ്രതീതിയാണ് ഇവിടെ. നമുക്കിവിടെ തൊഴുമ്പേണ്ടല്ലോ, ഒട്ടും നമ്മൾ ചൂടിൻ്റെതായിട്ടുള്ള ആ ഒരു ക്ഷീണമൊന്നും നമ്മൾ അറിയത്തില്ല കേട്ടോ. നമുക്ക് നല്ലൊരു തണുപ്പനൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ തൊഴുമ്പോൾ. നിറയെ കുളങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു തണുപ്പൻ അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. അപ്പം അവിടെ ഒരു കുളത്തിൽ നിറയെ ആമകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമയും വിഹയൊക്കെ അത് കണ്ടിട്ട് നിറയെ ആമ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുകയായിരുന്നു. നിറയെ ഉണ്ടായിരുന്നു കേട്ടോ ആമകൾ. അപ്പം അമ്മമാരൊക്കെ തൊഴുത് വരാനായിട്ട് പതിയെ നടന്നൊക്കെ സമയം എടുക്കുമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് പേര് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഏപ്രിൽ 17th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം തോന്നിയത്. കാരണം നമുക്ക് അമ്പലത്തിലൊക്കെ, അത് ഇത്രയും ക്ഷേത്രത്തിലൊക്കെ പോകാൻ പറ്റിയല്ലോ എന്ന് ഓർത്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് എല്ലാവരും, നമ്മുടെ ആളുകളൊക്കെ പതിയെ ഇത്രയും പേരുള്ളത് കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് തൊഴുതിറങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോരുത്തരെയും നോക്കണമല്ലോ. നമ്മുടെ ആളുകൾ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ പതിയെ അമ്മമാരൊക്കെ പതിയെ വരുന്നുള്ളൂ. നമുക്ക് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളതെന്നാണെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് വേഗം തൊഴുത് അടുത്ത ക്ഷേത്രങ്ങളിൽ പോകാം. പക്ഷെ ഇത്രയും പേരുള്ളപ്പോൾ എല്ലാവരും കൂടി തൊഴുതിറങ്ങലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും തൊഴുതൊക്കെ വന്നപ്പോഴേക്കേ നമ്മൾ ഭക്ഷണം വണ്ടിയിൽ കരുതിയിട്ടുണ്ടായിരുന്നേ. പാലപ്പവും കുറുമക്കറിയൊക്കെയാണ് കരുതിയിരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ട് തന്നെ കഴിച്ചിട്ട് പോകും കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഹോട്ടലിലൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ഒരു 9:30-10 മണിയോടുകൂടിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പാവും. പിന്നെ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഉള്ളിലേക്ക് പോകണമല്ലോ ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെ അടുത്ത് ഇത്രയും പേർക്ക് കയറാൻ പറ്റിയ ഹോട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ രാവിലത്തെ ഭക്ഷണം നമ്മൾ കരുതും. കാരണം ഇപ്പം നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ വന്നിട്ട് ഫുഡ് പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി വൈകി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കയ്യിൽ കരുതാറാണ് പതിവ്. അങ്ങനെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ അമ്പലത്തിൽ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ കൊണ്ടുവരുന്ന പേപ്പർ പ്ലേറ്റ് ഒന്നും അവിടെ അലൗഡ് അല്ല. അവിടെ തന്നെ സ്റ്റീൽ പാത്രവും സ്റ്റീൽ ഗ്ലാസ്സൊക്കെ കിട്ടും. അതിലാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കയറിയിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് നമ്മുടെ ഓച്ചിറ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെയാണ് അടുത്തത് നമ്മൾ തൊഴുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത അറിയാലോ, അമ്പലം അങ്ങനെ ഒന്നുമില്ല, ആൽത്തറയിലാണ് പ്രതിഷ്ഠ. അപ്പോൾ മെയിനായിട്ട് 2 ആൽത്തറയാണ് ഉള്ളത്. അപ്പോൾ അവിടെയും ഞങ്ങളെത്തി. അവിടെ ഇതുപോലെ തന്നെ നമ്മൾ മണ്ണാറശാലയിലെ പോലെ തന്നെ ഇട്ട് നിറയെ മരങ്ങളാണ് കേട്ടോ. നിറയെ വലിയ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല തണുത്ത കാറ്റും ഒരു തണുപ്പൻ അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാം. അപ്പോൾ ഒത്തിരി കളിപ്പാട്ടക്കടയൊക്കെ കണ്ടിട്ട് ആമയും വിഹയും ഇങ്ങനെ നോക്കി നടക്കുവാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കം തൊട്ടേ ഒന്നും ചോദിക്കരുത്, തിരിച്ചു പോരുമ്പോഴേ എല്ലാം മേടിക്കുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു പോരുമ്പോഴേക്ക് ഇതൊക്കെ പൊട്ടിച്ച് നാശമാക്കും. ആമി പിന്നെയും സൂക്ഷിക്കും, വിഹ ഒട്ടും സൂക്ഷിക്കില്ല കേട്ടോ. എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ചെല്ലുന്ന സ്ഥലം കന്യാകുമാരിയാണ്, അവിടെ നിന്ന് എല്ലാം മേടിച്ചു തരാമെന്ന്. അപ്പോൾ അങ്ങനെ തൊഴുതൊക്കെ വന്നപ്പോഴുണ്ടല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും നാളിൻ്റെ അനുസരിച്ചിട്ടുള്ള മരങ്ങളവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആമി എൻ്റെ കണ്ടുപിടിച്ചു. അതേ അമ്മയുടെ രേവതി കണ്ടോ, ഇരിപ്പയാണ്
വൃക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഭാഗത്താണ് നല്ല വെയിലാണ്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആമി എന്നെ പിടിച്ച് നടത്തി ഇങ്ങനെ ഓരോരുത്തരുടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമിക്കുഞ്ഞിനെ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ മരം ഏത് വൃക്ഷമാണെന്ന്. അയ്യോ അമ്മേ, എൻ്റെ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്, എൻ്റെ വൃക്ഷം ഇവർക്ക് കിട്ടിയില്ല നട്ടുപിടിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോളെ നോക്ക് കാണും. അപ്പം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആള് സമ്മതിക്കുന്നില്ല. ആ വെയിലത്ത് നല്ല വെയിലാണ്, ആളങ്ങ് ക്ഷീണിച്ചിട്ട് നടന്ന് അവസാനം എന്തേ കണ്ടുപിടിച്ചു അമ്പഴം. അതായിരുന്നു ആമിയുടെ നക്ഷത്രം, അത്ത നക്ഷത്രമായിരുന്നു. അപ്പോൾ അതായിരുന്നു അവളുടെ വൃക്ഷം കേട്ടോ. അവസാനം അത് കണ്ടുപിടിച്ച് എന്നെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇത്രയും വെയിലത്ത് നടന്നു വന്നപ്പോഴേക്കും ആളെ തളർന്നിട്ട്. അപ്പോൾ ദേ അവിടെ മണലൊക്കെ നല്ല ചൂടത്ത് പഴുത്ത് കിടക്കുവാണ്. അപ്പോൾ ആളങ്ങ് ശരിക്കും തളർന്നു. അപ്പോൾ അമ്മേ എനിക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി ആ ചേച്ചീനോട് ഇങ്ങനെ വെള്ളമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ദാഹിച്ചിട്ട് ശരിക്കും നല്ല ചൂടായിരുന്നേ. പിന്നെ നമുക്ക് ചൂട് അത്ര അറിയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സും AC ബസ്സാണ്, അതുകൊണ്ട് നമുക്ക് ചൂട് അത്ര അറിഞ്ഞില്ല. പിന്നെ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഇങ്ങനെ ചൂട്. പിന്നെ നമുക്ക് മണ്ണാർശാലയിലും ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ നിറയെ മരങ്ങളുള്ള ഒരു അന്തരീക്ഷം, പിന്നെ ഒരു തണുത്ത കാറ്റ്. ഉച്ച സമയമാണെങ്കിലും ഈ അമ്പലത്തിലുണ്ടല്ലോ വിശാലമായ ഇങ്ങനെ ഒരു പറമ്പിലാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കാറ്റൊക്കെ വീശോട്ടെ. അപ്പോൾ നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. നിറയെ ആൽമരങ്ങളുള്ള കാരണം നല്ലൊരു തണുപ്പൻ അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചീനോട് പറഞ്ഞ് സർവത്തൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആമി പറഞ്ഞു അമ്മേ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു അമ്മ ഇവിടെ നോക്കിയമ്മേ ഗ്ലാസ് നോക്കി വലിയ ഗ്ലാസ് ആമ ഇവരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ 2 പേർക്ക് കുടിക്കാമല്ലോ ഈ വെള്ളം എന്നൊക്കെ പറഞ്ഞ് ആമി അങ്ങനെ പറയുവാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാണ്, അതെനിക്കും തോന്നി ആമി 2 പേർക്ക് കുടിക്കാൻ അത്രയ്ക്ക് വലിയ ഗ്ലാസ്സാണ്. നമ്മുടെ അങ്ങോട്ടൊന്നും ഇത്രയും വലിയ ഗ്ലാസ്സിൽ അങ്ങനെ തരാറില്ല, പക്ഷേ ഇങ്ങോട്ട് നമ്മളിപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തിരുവനന്തപുരത്ത് ആ ഭാഗത്ത് ചെല്ലുമ്പോഴും ഇത്രയും വലിയ ഗ്ലാസ്സിലാണ് നമുക്ക് വെള്ളമൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ തരുന്നത് കേട്ടോ. അപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്കും ദാഹം അങ്ങ് കേടും. വാമി ഭയങ്കര എന്താ പറയുക ദാഹിച്ച് നിൽക്കുമായിരുന്നേ വെയിലത്ത് വന്നിട്ട്. അങ്ങനെ 2 പേരും അപ്പോൾ ഗൗതവും വന്നിട്ടാ. പിന്നെ ഞങ്ങൾ 3 ഗ്ലാസ്സേ പറഞ്ഞുള്ളായിരുന്നു, അവനിപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ അവനും അങ്ങനെ 3 വലിയ ഗ്ലാസ്സൊക്കെ ആയത് കാരണം ഷെയർ ചെയ്ത് കുടിക്കാൻ പറ്റി. പിന്നെയും വേറെ ഒരെണ്ണം എടുപ്പിച്ചില്ല കേട്ടോ, കാരണം ബസ് വിടാൻ സമയമായതുകൊണ്ട് എല്ലാവരും അങ്ങ് ബസ്സിലങ്ങ് വേഗം കയറി. അപ്പം പിന്നെ അടുത്തത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഹോട്ടൽ നമ്മൾ ഈ 50 പേരൊക്കെ ഉള്ളതുകൊണ്ടിട്ടേ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴേക്കും അത്രയും സീറ്റൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ കുറച്ച് പേര് വേറെ സ്ഥലത്ത്, കുറച്ച് പേര് വേറെ സ്ഥലത്ത്, അങ്ങനെ ഇപ്പോൾ 2-3 ഹോട്ടലൊക്കെ ഉള്ള സ്ഥലത്തേ നമുക്ക് വണ്ടി നിർത്താൻ പറ്റുള്ളൂ. ഇത്രയും പേരൊക്കെ ആകുമ്പോഴുള്ള പ്രത്യേകത അതാണ്. അപ്പം നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്തിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല അവിടെ ഇരിക്കാനായിട്ട് അടുത്തുള്ള ഹോട്ടലിൽ. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നീങ്ങി അവിടെ നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു ആര്യാസ് ഹോട്ടലുണ്ട്, ഒരു തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു മാളിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, പിന്നീട് അത് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഇത് താലി മീൽസ് ആയിരുന്നു കേട്ടോ ഉള്ളത്. പിന്നെ ഒത്തിരി കറിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആമിക്കുഞ്ഞിങ്ങനെ കറിയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ 13 കറിയുണ്ട്, പായസമുണ്ട്, പപ്പടം ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞാനും ആമിയും കൂടി ഒരു ഊണേ വാങ്ങിച്ചുള്ളൂ കേട്ടോ, കാരണം നല്ല ചോറ് അധികം ഉണ്ടായിരുന്നു. പിന്നെ ആമിക്കുഞ്ഞും കുറച്ച് കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനും ആമി ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ചേട്ടനും മോനും വെജ് ബിരിയാണി, വെജിറ്റേറിയൻ ഹോട്ടലാണ്. പിന്നെ അതുപോലെ നമ്മൾ തീർത്ഥയാത്ര ആയതുകൊണ്ട് തന്നെ ചിക്കൻ അങ്ങനെയൊന്നും വാങ്ങിയില്ല കേട്ടോ, കാരണം അമ്പലത്തിലാണല്ലോ കയറാനുള്ളത്. പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കന്യാകുമാരി ചെല്ലുമ്പോഴേക്കും നമ്മൾ നോൺ വെജ് എന്തെങ്കിലും കഴിക്കും. അപ്പോൾ നമ്മൾ കയറിയത് ഉണ്ടല്ലോ ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ മാളാണല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഉപകാരമായിട്ട് തോന്നി, വേറെ ഒന്നും കൊണ്ടല്ല. വാമിക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനെ കുറച്ച് നേരം അതിലൊക്കെ ഇരുത്തിയിട്ട് ആ സമയം കൊണ്ട് അനിയത്തിക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റി. നമ്മൾ അടുത്തത് വന്നത് തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പെട്ടെന്ന് തൊഴുതിറങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത സ്ഥലം നമ്മുടെ മണ്ടക്കാട്ടേക്കാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റൂമൊക്കെ കിട്ടാൻ ഒത്തിരി ലേറ്റായ ബുദ്ധിമുട്ടാവും, രാത്രിയായി പോവില്ലേ. അതുകൊണ്ട് തന്നെ വേഗം തൊഴുതിറങ്ങണം എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും വേഗം തൊഴുതൊക്കെ വന്നിട്ട് അപ്പോഴേക്കും ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ വന്നിട്ടോ അവിടെ. അപ്പോൾ അടുത്ത് തന്നെ ഒരു കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ആമിക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറയുമായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഈ
കട്ട്ലേറ്റ് കഴിക്കണം. കഴിഞ്ഞ വർഷം കഴിച്ച ആ ഒരു ഓർമ്മയുണ്ടായിരുന്നു ആൾക്ക്. ഈ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റ്, അവൾ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. കാരണം ഈ കട്ട്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ടിലുണ്ടാക്കിയ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ നല്ല മുരിഞ്ഞ് വന്നിട്ട് ബീറ്റ്റൂട്ടിൻ്റെ സോസ് തന്നെയാണ് കേട്ടോ നമുക്ക് തരുന്നത്. നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ കട്ട്ലേറ്റ്. അകമാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ ബസ്സിൽ വന്ന പൊതുവേ എല്ലാവരും തന്നെ ഇത് തന്നെയാണ് കേട്ടോ വാങ്ങി കഴിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ, അപ്പോൾ വാമിക്കും ഞങ്ങളുടെ കൂടെയാണ് ഇരുന്നത്. ആൾക്കും ഇഷ്ടപ്പെട്ടു, ഇത് ആളും കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ അടുത്തത് പോകുന്നത് മണ്ടക്കാട്ടേക്കാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ടോ, രാത്രിയായിരുന്നു. പക്ഷേ നമ്മൾ റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കവിടെ റൂമൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും നല്ല നീറ്റായിരിക്കും കേട്ടോ. പൊതുസ്ഥലങ്ങളൊക്കെ സാധാരണ തമിഴ്നാടൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ വൃത്തികേടായി കിടക്കുന്നതൊക്കെ, പക്ഷേ ഇവിടെ അതുപോലെയല്ല കേട്ടോ. എല്ലായിടത്തും നല്ല നീറ്റാണ്. കോമൺ ടോയ്ലറ്റ് പോലും നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ ഇടുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമ്മളിവിടെയാണ് റൂം എടുത്തത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനുള്ള സമയമാണ്. എല്ലാവരും വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ്, കാരണം അമ്പലത്തിൽ പോകണം, പൊങ്കാല ഇടണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ ഈ ഹോട്ടലിൻ്റെ അടുത്തില്ല, നമ്മൾ പുറത്തിറങ്ങണം. നമ്മൾ താമസിച്ചിരുന്നതിൻ്റെ ഭാഗത്തില്ലായിരുന്നു, ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേണം. പക്ഷേ താമസിച്ച ഭാഗത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലമാണ് കേട്ടോ. നമുക്ക് സാധാരണ നമ്മുടെ ബസ് ഈ കോമ്പൗണ്ടിൽ അങ്ങനെ കയറ്റിയിടാൻ, നമ്മൾ എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് റൂം എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഇവിടെ ബസ് കയറ്റിയിടാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പോൾ അവർ കയറ്റാൻ സമ്മതിക്കില്ല. കാരണം ഇത്രയും വലിയ ബസ്സൊക്കെ കയറുമ്പോൾ പുറകെ വരുന്ന വണ്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഇടാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒട്ടും തിരക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഹോട്ടലിൻ്റെ അകത്ത് തന്നെ കയറ്റിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ബസ് ബാഗൊക്കെ തൂക്കി നമ്മൾ നടക്കേണ്ടിയൊന്നും വന്നില്ല, അവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തൊരു കടയിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബസ്സിട്ട്. അപ്പോൾ ബസ്സൊക്കെ അവിടെ തന്നെ ഹോട്ടലിൽ ആ കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങൾക്ക് പാർക്കിങ്ങൊക്കെ തന്നു. അപ്പം നമ്മളിനി വേഗം കുളിച്ചെല്ലാവരും റെഡിയായിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് തൊഴുത് പൊങ്കാലയ്ക്ക് ഇട്ട് വരണം. നമ്മൾ മെയിനായിട്ട് ഇതിനാണ് വരുന്നത്. ഇവിടെ പൊങ്കാല ഇടുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ വരുന്ന വഴിക്കിട്ട് ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ കയറി പോരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാ വർഷവും മുടങ്ങാതെ, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ തന്നെ അമ്മയൊക്കെ വന്ന് ഇതുപോലെ തന്നെ ചെയ്ത് പോരുന്നതാണ്. അമ്മയൊക്കെയാണെങ്കിൽ എപ്പോഴും പറയും അമ്മയുടെ അമ്മ മുത്തശ്ശിമാർ അങ്ങനെയായിട്ടൊക്കെ വരുന്ന അമ്പലമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ എല്ലാ വർഷവും ഇപ്പം വരുന്നുണ്ട് കേട്ടോ ഇവിടെ മുടങ്ങാതെയൊക്കെ. അപ്പം നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്പലത്തിൽ തൊഴുതിട്ട് വേണം നമുക്ക് പൊങ്കാല സമർപ്പണത്തിനായിട്ട് പോകാനായിട്ട്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും പൊങ്കാല ഇടാം കേട്ടോ. ഇന്ന ദിവസം അങ്ങനെ ചൊവ്വ വെള്ളി അങ്ങനെയുള്ള ദിവസമൊന്നുമല്ല, നമ്മൾ ഏത് ദിവസമാണോ വരുന്നത് എല്ലാ ദിവസവും അവിടെ പൊങ്കാല സമർപ്പിക്കാം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ താമസിച്ചതിൻ്റെ ഉണ്ടാവും ആ ഹോട്ടലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അമ്പലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും നടക്കേണ്ടിയൊന്നും വരത്തില്ല കേട്ടോ അധികം. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാ വർഷവും ഇവിടെ തന്നെ എടുക്കും. കാരണം ഇപ്പോൾ അമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ അധികം നടത്തിയെന്ന് വിഷമിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ നമ്മൾ ആദ്യം അമ്പലത്തിൽ കയറില്ല. നമ്മൾ തേങ്ങ ചിലവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. നമുക്ക് പിന്നെ തേങ്ങയുടെ ക്ഷാമം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ചിട്ട് ആ തേങ്ങ കൊണ്ട് അവിടെ കടലുണ്ട്, ഈ അമ്പലത്തിന് അടുത്തായിട്ട് തന്നെ കടലുണ്ട്. ആ കടലിൽ കൊണ്ട് തേങ്ങ വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചില്ലറ പൈസ ആ കടലിലേക്ക് എറിയും. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഞങ്ങൾ നടത്തി പോരുന്നൊരു ആചാരം കേട്ടോ. എന്നിട്ട് ആ തേങ്ങ കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് അടിക്കണം. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ അതിനുശേഷം തൊഴുതിട്ടൊക്കെ വേണം പൊങ്കാലയ്ക്ക് ഇടാൻ. അപ്പം ഞങ്ങൾ തേങ്ങ വാങ്ങിയിട്ട് തേങ്ങ കടലിൽ മുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക്, ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ അച്ഛനും അമ്മയൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നതായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ ഈ കാര്യം. കാരണം വേറെ ഒന്നുമല്ല, അവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ അമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് നമ്മളത് തുടർന്ന് പോരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും തേങ്ങയൊക്കെ വാങ്ങിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഞങ്ങൾ 4 പേർക്കും കൂടി ഒരു തേങ്ങ വാങ്ങിയല്ലോ കേട്ടോ. അതിങ്ങനെ കടലിൽ കൊണ്ട് മുക്കിയിട്ട് നമ്മൾ വരണം. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ നടക്കുവാണ്. കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കടൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും
അവിടെ എത്തി തേങ്ങയൊക്കെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പ്രതീക്ഷിക്കാതെ തിര വരും കേട്ടോ. നല്ല വലിയ തിരയാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്നായിരിക്കും തിര അടിച്ച് വരുന്നത്. നമ്മളിങ്ങനെ വിചാരിക്കാതെ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ വലിയ തിര അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴേക്കും ഒട്ടും ഇങ്ങനെ സമ്മതിച്ചൊന്നുമില്ല വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പോൾ ഇത്തവണ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കയറൊന്നും കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തേക്ക് നമുക്ക് പോകായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നിറയെ ആളുകളായിരുന്നു. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയിട്ട് മുക്കിയൊക്കെ എടുക്കണമായിരുന്നു. ഈ പ്രാവശ്യം വലിയ തിരക്കൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ പരിസരത്ത്, അതായത് കുമ്പളത്തു നിന്ന് വന്ന ഒരു രണ്ട് ഞങ്ങളെപ്പോലെ വന്ന ഒരു 2 ട്രിപ്പുകാരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ സ്ഥലത്തുള്ളവരെ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നൂലേ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കൂട്ടരെ കണ്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ട്. വേറെ ആരും തന്നെ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നമുക്ക് എന്താ പറയുക, തിരക്കില്ലാതെയൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാനൊക്കെ പറ്റി കേട്ടോ. പിന്നെ ആമയും വിഹയൊന്നും ഇവിടെ നിന്ന് പോരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമല്ലേ, ഇങ്ങനെ തിരയടിക്കുന്ന കടലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണല്ലോ. പിന്നെ കുട്ടികളിങ്ങനെ പോരാതെ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും കുറച്ച് സമയം അവിടെ തന്നെ നിന്നട്ടോ. അവരൊന്ന് കുറച്ച് നേരം നിന്ന് ഒന്ന് ആസ്വദിച്ചോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും എല്ലാവരും തന്നെ. പിന്നെ കുറച്ച് നേരം നിന്നോ, വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ നിർബന്ധിച്ചില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തത്തേ ഇല്ല കേട്ടോ. അപ്പം പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. തിരക്കില്ലാഞ്ഞത് കൊണ്ട് തന്നെ നമുക്കുണ്ടല്ലോ ഒട്ടും പേടിക്കണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പറയുക, ഇപ്പം തിര വരുമ്പോൾ പിറകിലോട്ട് ഓടാനാണെങ്കിലും പെട്ടെന്ന് പറ്റും. പക്ഷെ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇങ്ങനെ നിറയെ ആളുകളായിരുന്നേ. നമുക്ക് ഒട്ടും സ്ഥലമില്ല. അവരുടെ ഇടക്കൂടി പോയിട്ട് വേണം നമ്മൾ പെട്ടെന്ന്, ഇടക്കൂടി പോകാനും പറ്റില്ല, കാരണം പെട്ടെന്ന് തിരയടിച്ചാൽ നമുക്ക് പുറകോട്ട് മാറാനും പറ്റില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇത്തവണ കണ്ടോ ആരും തന്നെ ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളെ കുറേ നേരം അവിടെ നിർത്തി. അല്ലെങ്കിൽ എപ്പോൾ വന്നാലും ഭയങ്കര പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരിക്കും. അപ്പോഴേ ചേട്ടൻ ചെരുപ്പ് തൂക്കി പിടിച്ച് നടക്കുവാണ്. ഞങ്ങളെല്ലാവരും ചെരുപ്പ് ഇവിടെ റൂമിൽ തന്നെ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് കടലിൽ ഇറങ്ങിയിട്ട് പിന്നെ നടക്കുമ്പോൾ കാലിൽ നിറച്ച് മണ്ണായിരിക്കും. അപ്പോൾ പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചെരുപ്പ് പുറത്തിടണം. പിന്നെ പുറത്തിട്ട് ചിലപ്പോൾ ചെരുപ്പൊന്നും കിട്ടാതെയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ആൾ ചെരുപ്പും ഇട്ടിട്ട് വന്നത്. ഇപ്പം ചെരുപ്പും തൂക്കി പിടിച്ച് നടക്കേണ്ടിയെന്ന്. അപ്പം ഗൗതമൊക്കെ വിളിച്ചിട്ട് വരുന്നും കൂടിയില്ല കേട്ടോ. അവിടെ എങ്ങനെ നിൽക്കുവാണ്, ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വന്നതുപോലെ തന്നെ നേരെ തിരിച്ച് അമ്പലത്തിലേക്ക് നടന്ന്. ഇനി ഈ തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ മുക്കിയെടുത്ത തേങ്ങ അവിടെ അമ്പലത്തിൽ അടിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ കൊണ്ട് തേങ്ങ അടിച്ചിട്ട് നമ്മൾ തൊഴുത് ഇറങ്ങണം. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കടകളൊക്കെ തന്നെ രാവിലെ തന്നെ കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ടും കൂടി സാധനങ്ങളൊക്കെ നോക്കി വെച്ച് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ആമയും വിഹയും കൂടി തിരിച്ചിറങ്ങുമ്പോൾ എന്ത് മേടിപ്പിക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് നോക്കിയൊക്കെ വെച്ച് പറഞ്ഞൊക്കെ ഇറങ്ങുവാണ്. അത് മേടിക്കണം ഇത് മേടിക്കണം എന്നൊക്കെ. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് വേണം നമുക്കിനി പൊങ്കാല ഇടാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വീണ്ടും തിരിച്ചിറങ്ങണം. കാരണം ഇതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ തൊഴാനായിട്ട് നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തേങ്ങ അടിച്ച് തൊഴുതിട്ടൊക്കെ വന്നിട്ട് നമുക്ക് പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദേവി പ്രതിഷ്ഠയാണ് കേട്ടോ. അപ്പോൾ ഈ ദേവി ഒരു ചിതൽപുറ്റിലാണ് കേട്ടോ. ഈ ദേവി ചിതൽപുറ്റിന് മുകളിലായിട്ടാണ് ഈ പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ വിവാഹ തടസ്സം മാറാൻ, പിന്നെ സന്താന തടസ്സം, മാനസിക പ്രശ്നങ്ങൾ, തലവേദന, ശത്രുദോഷം, ഇതിനൊക്കെ ആയിട്ട് പ്രത്യേകം വഴിപാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വന്നിട്ട് പിന്നെ പൊങ്കാല സമർപ്പണം എല്ലാ ദിവസവും പൊങ്കാല സമർപ്പിക്കാവേ. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കന്യാകുമാരി ജില്ലയിൽ തന്നെയാണ് കേട്ടോ. കന്യാകുമാരി ജില്ലയിലെ കുളച്ചിലിനടുത്ത് മണ്ടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ എറിഞ്ഞ് എല്ലാവരും, നമ്മുടെ കൂടെ വന്ന എല്ലാവരും തേങ്ങ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളും ഇതുപോലെ തന്നെ തേങ്ങയൊക്കെ അടിച്ചിട്ട് പിന്നെ തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ പൊങ്കാലയ്ക്കുള്ള സാധനം വാങ്ങി പൊങ്കാലയ്ക്ക് ഇടാം. അപ്പം ഞങ്ങൾ ഇതുപോലെ തേങ്ങയൊക്കെ ഒഴിഞ്ഞ് എടുക്കുവാണ്. ഞങ്ങൾ 4 പേർക്കും കൂടി ഒരു തേങ്ങയെ വാങ്ങിയുള്ളായിരുന്നു കേട്ടോ. അപ്പം തേങ്ങ ചേട്ടൻ അവിടെ അടിക്കുവാണ്.
പിന്നെ ആമി കഴിഞ്ഞ പ്രാവശ്യം ആമി ഇതുപോലെ അടിച്ചിട്ട് തേങ്ങ പൊട്ടിയില്ല. അപ്പോൾ എല്ലാവർക്കും കൂടി ഇത്തവണ ഒരെണ്ണം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തേങ്ങ അടിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ തൊഴുതൊക്കെ ഇറങ്ങും. നമ്മൾ തൊഴുതിറങ്ങിയിട്ടാണ് നമ്മൾ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ ആമിക്കാണെങ്കിലും അവിടെ തിരക്കില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ നിർത്തി എന്താ പറയുക, അവർക്ക് നടക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത്രയ്ക്കും തിരക്കായിരിക്കും. നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടുപോകും, നമുക്ക് നിന്ന് തൊഴാനേ പറ്റത്തില്ല. കണ്ടേ ഇത്തവണത്തെ ഒട്ടും തിരക്കില്ല, നമുക്ക് സ്വസ്ഥതയായിട്ട് തൊഴുതിറങ്ങാവേ. അത്രയും തിരക്കില്ലാത്തൊരിതായിരുന്നു. അമ്പലത്തിനകത്ത് നിന്ന് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പരിസരത്തെ നിൽക്കാൻ പറ്റില്ല, ഈ റോഡൊക്കെ മൊത്തം തിരക്കായിരുന്നു. അപ്പം നമ്മളങ്ങനെ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ 190 രൂപ കൊടുത്തുന്നാലുണ്ടല്ലോ കലവും പിന്നെ പൊങ്കാല വെക്കാൻ വേണ്ട അരി, എന്താ പറയുക, മുന്തിരി, കൽക്കണ്ടം, പഴം, ശർക്കര, നെയ്യ്, കർപ്പൂരം, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു കിറ്റ് ഉണ്ട് കേട്ടോ. 190 രൂപയാകത്തുള്ളൂ. പിന്നെ അതിനുള്ള ചിരട്ട കൊണ്ടുള്ള കയ്യിൽ അതെല്ലാം നമുക്ക് കിട്ടും കേട്ടോ. എന്തിന് നമുക്ക് മറ്റേ വിറക്, കൊതുമ്പ് അത് വരെ നമുക്ക് ഈ 190 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ കടയിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. പലയിടത്തും പല വിലയാണ്. കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് 250 രൂപ. ഞങ്ങളിതുപോലെ ആദ്യം വന്ന് ചോദിച്ചപ്പോഴല്ലോ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് നമ്മൾ ഓരോ കടയിൽ നിന്ന് വാങ്ങിച്ചു വന്നപ്പോൾ ഒരു 500 രൂപയുടെ അടുത്തായിട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി, നമുക്ക് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെ മനസ്സിലാകുമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കും, മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ എത്ര രൂപക്ക് തരും, ഇത്ര പേരുണ്ട് ഞങ്ങളെന്നൊക്കെ പറയുമ്പോൾ അവർ നമുക്ക് ഡിസ്കൗണ്ടൊക്കെ തരും. അപ്പോൾ ഇത് 190 രൂപയ്ക്ക് നമുക്കങ്ങനെ സാധനങ്ങളെല്ലാം തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അയ്യോ ഇതിലിടാൻ തേങ്ങ വേണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ തേങ്ങ ഇനി ഇവിടെ നിന്ന് ഒരെണ്ണം വാങ്ങിക്കാം, കാരണം ഒരു തേങ്ങ നമ്മൾ അടിക്കാൻ അവിടെ അമ്പലത്തിൽ അടിക്കാൻ എടുത്തല്ലോ. അപ്പോൾ അയ്യോ ഒരു തേങ്ങയും കൂടി വേണമല്ലോ പൊങ്കാലയ്ക്ക്. തേങ്ങ നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ, തേങ്ങ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ വാങ്ങിയിട്ടുണ്ട്, അമ്മ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഒത്തിരി പൊങ്കാല എല്ലാവരും ഇതുപോലെ സമർപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി അടുപ്പുകളുണ്ടാവും കേട്ടോ. ഇത്തവണ നമുക്ക് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ കണ്ടോ ഒട്ടും തിരക്കില്ല, ഒത്തിരി അടപ്പുകളൊക്കെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നു. സാധാരണ വരുമ്പോൾ നമ്മളിങ്ങനെ പുറകിൽ നിൽക്കണം, ഒരാളുടെ അടപ്പ് ഒഴിഞ്ഞിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്ഥലം പിടിച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അടപ്പുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിട്ടായിട്ട് വെക്കാം കേട്ടോ, അത്രയും തിരക്കില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നിരന്ന് അങ്ങ് അടപ്പുകളൊക്കെ സെറ്റാക്കി. പിന്നെ വേഗം അടപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് അവിടെ തന്നെ എല്ലാ സൗകര്യവും നമുക്കുണ്ട് കേട്ടോ. പൈപ്പും വെള്ളവും ഒക്കെ നമുക്ക് അടുത്തുണ്ട്. എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാവുന്നേ ഉള്ളേ. അപ്പം ഞങ്ങൾ പൊങ്കാലയ്ക്ക് വേണ്ടി അടുപ്പൊക്കെ കത്തിച്ച് കലമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആ ക്ഷേത്രത്തിനടുത്ത് തന്നെ, ഈ പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ ആ പന്തലിനടുത്ത് തന്നെ എല്ലാം കിട്ടുവേ. വാഴയിലയും വെള്ളം കഴുകാനുള്ള വെള്ളവും എല്ലാ സാധനവും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊങ്കാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊങ്കാലയൊക്കെ റെഡിയാക്കി അതൊക്കെ സമർപ്പിച്ച് നമ്മൾ ആ പ്രസാദമൊക്കെ ആയിട്ട് നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് വെച്ചത്. നമ്മളിനി കന്യാകുമാരിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് നോമ്പൊക്കെ എടുത്ത് വന്നിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ വരെ കുട്ടികളാണെങ്കിൽ ഇത്രയും ദിവസം ഉച്ചയ്ക്ക് ആയിട്ട് അവർക്ക് പറ്റുന്നില്ല. എപ്പോഴാണ് കഴിക്കാൻ പറ്റുന്നത്, എപ്പോഴാണ് ചിക്കൻ കഴിക്കാൻ പറ്റുന്നത് ചോദിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്ത് ആ റൂമിൻ്റെ അവിടെ നല്ല പുറത്ത് നല്ലൊരു തണലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൈനോട്ടക്കാരൻ വന്നിട്ട്, അപ്പോൾ അയാൾ എൻ്റെ കൈനോട്ടമല്ല തത്ത മറ്റേ പക്ഷിശാസ്ത്രം, അയാൾ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോടൊരു ചീട്ട് എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചീട്ട് എടുത്തപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ ഗവർത്ത് വിട്ടു കൊടുക്കത്തില്ല, എവിടെ പോയാലും ഡീസൻ്റാണ് പോകും, ഡീസൻ്റാകും. എന്നാലും മക്കൾ ഭർത്താവ് കൊണ്ട് നല്ല നിലയ്ക്ക് ഇതുവരെ നടക്കാത്ത കാര്യം തന്നെ ഉറപ്പാൻ നടക്കും. നിങ്ങളുടെ കുടുംബക്ഷേത്രം കുടുംബ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കണം. ആയുസ് 100 தான், പേടിക്കേ വേണ്ട. സമയം നല്ലതിനും വലുതാണ്. മവലിക്കെടുത്ത് ചെയ്താൽ നിങ്ങൾക്കെടുത്ത് മണ്ടക്കാടമ്മ നല്ലതേ നടക്കും. എന്റെ ആയുസ് കൊടുത്തില്ലല്ലോ, ആയുസ് പറയാൻ പാടില്ല, ആയുസ് കൊടുക്കേണ്ടത് ഭഗവാനാണ്. ചീട്ടെടുത്താമേ,
ചീട്ടെടുത്താമേ ചീട്ടെടുക്കുക. തത്ത വന്ന് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതും ആമിക്കുഞ്ഞിന് കിട്ടിയതും ഒരേ ഇതായിരുന്നു. അപ്പോൾ അയാൾ അത് വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കേട്ടിരിക്കായിരുന്നു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തുടരെ പുറകെ എല്ലാവരും, ഞങ്ങളുടെ ബസ്സിലുള്ള എല്ലാവരും തന്നെ നോക്കി കേട്ടോ. അയാൾക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുക, ഒത്തിരി ആളെ കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് കന്യാകുമാരി പോയി. അവിടെ എത്തി. പക്ഷേ റൂം എടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും വിശന്നിട്ട് പോയി. കാരണം ഇനി റൂം എടുക്കാൻ കയറിയാൽ പിന്നെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അരമണിക്കൂർ എങ്ങനെയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും വിശപ്പ് സഹിക്കാൻ വയ്യ. കുട്ടികളൊക്കെ വിശന്ന് ആകെ ഇതായി. അപ്പോൾ എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് റൂം എടുക്കാൻ പോകാമെന്ന് കരുതിയിട്ട് കന്യാകുമാരി തന്നെ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുക, നോൺ വെജ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇത് നമ്മളിവിടെ ത്രിവേണി ടൂറിസ്റ്റ് ഹോം ഇവിടെയാണ് കേട്ടോ നമ്മൾ റൂമൊക്കെ എടുത്തത്. ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും റൂം കിട്ടണമല്ലോ. വേറെ സ്ഥലത്തൊക്കെ പോയാൽ ഇത്രയും പേർക്ക് ചിലപ്പോൾ അവിടെ തിരക്കൊക്കെ ആണെങ്കിൽ ഇത്രയും പേർക്ക് ഇങ്ങനെ കിട്ടത്തൊന്നുമില്ല. നമ്മൾ ഇത്രയും റൂമൊന്നും കിട്ടില്ല. നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-15 റൂം എടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും റൂമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോൾ വന്നാലും ഇവിടെ നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ റൂമിലൊക്കെ പോയി എല്ലാവരും ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ബീച്ചിൽ പോയിട്ട് ഒന്ന് കുളിക്കും. ഇതെല്ലാ വർഷവും നടത്തുന്ന ഒരു കലാപരിപാടിയാണ്. വൈകിട്ട് ഇവിടെ കടലിൽ വന്നിട്ടൊരു കുളി. അപ്പോൾ കുട്ടികളൊക്കെ റെഡിയായി ഇരിക്കുവാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിട്ട് കടലിൽ ഇങ്ങനെ കുളിക്കാമല്ലോ. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ മണ്ടക്കാട്ട് കണ്ടതുപോലെയല്ല കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒട്ടും തിരക്കില്ല. നമ്മൾ മാത്രമേ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അങ്ങനെയല്ല, ഒത്തിരി ആളുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവധി ദിവസങ്ങളായതുകൊണ്ടായിരിക്കും ഒത്തിരി ആളുകളുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തേക്കാണെങ്കിൽ നമുക്കിങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഏരിയ കിട്ടും ഇങ്ങനെ കുളിക്കാനായിട്ട്. നല്ല നമ്മുടെ ആളുകൾക്ക് മാത്രമായിട്ടൊക്കെ ഇരുന്നൊക്കെ നല്ല വിസ്തരിച്ചൊക്കെ കുളിക്കും. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേട്ടോ. നല്ല തിരക്കാണ്. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നിട്ട് പോലും നമുക്കങ്ങനെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നേ. അപ്പം പിന്നെ പിള്ളേരിങ്ങനെ സമ്മതിക്കില്ലല്ലോ ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ. അവരിങ്ങനെ ഇതിനായിട്ടൊക്കെ വിഹയാണെങ്കിൽ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കടലിൽ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ചേട്ടൻ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറക്കി കേട്ടോ. എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ആമ ഒട്ടും സമ്മതിക്കുന്നില്ല. അമ്മ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ആരെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഇറങ്ങുന്നില്ല. പിന്നെ അതുമല്ല, എനിക്കാണെങ്കിൽ കുറച്ച് ശ്വാസം മുട്ടൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളല്ലോ. അപ്പോൾ ഇനി ഇതിലൊക്കെ കുളിച്ച് വന്നിട്ട് ഇനി ബുദ്ധിമുട്ടാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇറങ്ങിയില്ല കേട്ടോ. അപ്പം സമയമൊക്കെ ആയി. അതൊക്കെ അങ്ങനെ കണ്ടു. ഇപ്പം എല്ലാവരും കുളിച്ചൊക്കെ കയറിയിട്ടുണ്ട്. ആമിക്ക് ചെറിയൊരു തുമ്മലൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ട് ഗൗതമൊന്നും കയറുന്നില്ല കേട്ടോ. കുറേ നേരമായി. അപ്പോൾ അമ്മ ആമിയെ കയറ്റ്, അയാൾ കയറുന്നിങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൗതം കയറുന്നേ ഇല്ല. പിന്നെ വിളിച്ച് ഒരു തരത്തിൽ എല്ലാവരെയും കയറ്റിയെടുത്തു. ഇതെങ്ങനെയാണ് കടലിൽ കുളിക്കാൻ ഇറങ്ങിയാൽ പിന്നെ ഇതുങ്ങളെ കയറ്റാനായിട്ട് ഭയങ്കര പണിയാണ്. അവിടെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വിശപ്പായിട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അത് വേണം. അപ്പോൾ ആമിയും വിഹയും കൂടി ഞാൻ ഒരെണ്ണം വാങ്ങിയല്ലോ, കാരണം ഇത് കഴിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഒരെണ്ണം വാങ്ങിച്ചില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ നല്ലതായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നിട്ടുണ്ടല്ലോ കഴിച്ച് തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങി. പക്ഷേ ഇത്തവണത്തെ നല്ലതായിരുന്നു. രണ്ടും കൂടി ഇരുന്ന് അതങ്ങ് കഴിക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ ഇങ്ങനെ മുളകൊക്കെ ഇട്ടിട്ട്, മുളകും ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് പെരട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കണ്ടപ്പോൾ അതും വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് കാർത്തികയും ആമിയും വിഹയൊക്കെ കൂടി അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ബാക്കി എല്ലാവരും അങ്ങ് മാറിയിരിക്കുവാണ് കേട്ടോ. കാരണം ഞാനിതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് എന്നെ ഇങ്ങനെ സോപ്പിട്ട് എല്ലാവരും കൂടി കൊണ്ടുവന്നേക്കുവാണ്. അപ്പം അത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പം ഉദയം കാണാൻ പോകാനായിട്ട് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം നേരത്തെ തന്നെ പോകണമല്ലോ. അപ്പം നമ്മൾ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകി കൊണ്ടിട്ട് നമ്മൾ താമസിച്ചിരുന്ന റൂമിൻ്റെ മേളിൽ കയറി നിന്നാൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അതിൻ്റെ മേളിൽ കയറി നിന്നപ്പോഴത്തേക്കും ശരിയാണ്, നമുക്ക് നന്നായിട്ട് കാണാം കേട്ടോ. അവിടെ പോയി ആ തിരക്കിൽ നിൽക്കണമെങ്കിലും നല്ല ഭംഗിയിൽ ഇവിടെ നിന്നാൽ കാണാമായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഉദയമൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മൊത്തം ഇങ്ങനെ കാണാൻ പറ്റുമേ. നമുക്ക് അവിടെ
നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ദേ ഇവിടെയായിരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ നമുക്ക് തമിഴ്നാട് എന്ന് കേൾക്കുമ്പോൾ വൃത്തിയില്ലാത്ത പോലെ, അങ്ങനെയല്ല. ഇവിടെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പ്രദേശങ്ങളൊക്കെ തന്നെയാണെങ്കിലും റോഡും എല്ലാം നല്ല നീറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ താമസിക്കുന്ന ത്രിവേണി ടൂറിസ്റ്റ് ഹോമിൻ്റെ മുകളിൽ നിന്നാൽ തന്നെ ഇതെല്ലാം നമുക്ക് കാണാമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് രാവിലെ കുളിച്ച് റെഡിയായിട്ട് നമ്മളവിടെ അമ്പലത്തിലെ കന്യാകുമാരി ദേവീക്ഷേത്രം അവിടെ പോകണമല്ലോ. പിന്നെ ബോട്ടിങ്ങും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നമുക്ക് വിവേകാനന്ദ പാറയിലേക്കൊന്നും പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം 4 മണിക്കൂർ ക്യൂ നിന്നാലേ ഉള്ളൂ നമുക്ക് അതിനുള്ള ടിക്കറ്റ് കിട്ടി നമ്മളപ്പുറത്ത് പോയി വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേര് പോയി വന്നാൽ ബാക്കി എല്ലാവരും നമ്മൾ അത്രയും നേരമൊക്കെ കാത്തു നിൽക്കണ്ടേ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്നാൽ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ ഇത് ഇങ്ങനെ കാണാമല്ലോ പാറയും ആ ബ്രിഡ്ജൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇവിടെ നിന്നാൽ തന്നെ. നമ്മൾ ഇത്രയും പേരുള്ളപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രം അവിടെ പോയിട്ട് വരുമ്പോൾ ഇത്രയും പേര് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം പോകത്തില്ലെന്ന് വിചാരിച്ചിട്ട്, അതുപോലെ ഈ തിരക്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ് പോകാൻ. നമ്മൾ മണ്ടക്കാട്ടാണെങ്കിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു, ഒട്ടും കാലുകുത്താൻ സ്ഥലം ഉണ്ടായില്ല. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വെളുപ്പിന് 4 മണിക്ക് എന്തോ ക്യൂ നിന്ന് അവർ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ 10 മണിയായപ്പോൾ അവിടെയൊക്കെ കണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്രയും നേരത്തെ നമുക്ക് കുട്ടികളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി വേറൊരു പ്രാവശ്യം വരുമ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ ഫോട്ടോ സെഷനൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും വന്ന് നിന്നിട്ട്, അപ്പോൾ ആമിതേ ഒരാളെ കൂട്ടിക്കൊണ്ടുവരുവാണ്, ഒരു ഗ്ലാസ്സൊക്കെ വിൽക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടുവരുവാണ് കേട്ടോ. അതിൽ ഗ്ലാസ് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാൾ മേടിച്ചറിയാമല്ലോ, പുറകെ പിന്നെ വിഹ, കാർത്തിക, കരുൺ, ഗൗതം എല്ലാവരും വാങ്ങി. ഇവരെ കൂടാതെ ഞാൻ, പിന്നെ അനിയത്തി വാങ്ങിച്ചു, ചേട്ടനും അനിയനും എല്ലാവരും, അച്ഛന്മാരും എല്ലാവർക്കും തന്നെ ഗ്ലാസ് വാങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കലാണ് ഇനി അടുത്ത നമ്മുടെ സെഷൻ. അപ്പോൾ അയാൾക്ക് എന്തായാലും നല്ലൊരു കുറേ ഗ്ലാസ് ആമി കാരണം അയാളുടെ കയ്യിൽ നിന്ന് വിറ്റഴിക്കാൻ പറ്റി. എല്ലാ വർഷവും വാങ്ങിക്കോട്ടെ ഇതുപോലെ. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുത്തത് വാങ്ങിക്കും. അപ്പോൾ എല്ലാവർക്കും വാങ്ങിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇനി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോൾ അവിടെ നിന്ന് നമുക്ക് 10 മിനിറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വരില്ലേ, അതിപ്പോൾ നമ്മൾ എല്ലാ വർഷവും എടുക്കും കേട്ടോ. അവിടെ നിന്നൊരു ഫോട്ടോ അവരെ കൊണ്ട് എടുപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുമൊക്കെ നമ്മുടെ ഫോണിലൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനിയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആളും വന്നിട്ട് ഗ്ലാസ് വാങ്ങിക്കുവാണ്. അപ്പം ഗീത അവിടെ ഇരുത്തി അമ്മമാരുടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ എല്ലാവരുടെയും ഓരോ ഫാമിലി ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുക്കും കേട്ടോ. അമ്മമാരെയും ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടോ. ഇതാണ് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം. അവരെല്ലാവരെയും കൂടി നിർത്തിയിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തതാണ്. അവസാനം ഗൗതം പറഞ്ഞു, അമ്മേ നമുക്ക് 2 അച്ഛന്മാരെ നിർത്തി ഫോട്ടോ എടുക്കാം. അപ്പോൾ അങ്ങനെ അച്ഛനെ പിന്നെ അനിയത്തിയുടെ അച്ഛനെയും കൂടി നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുവാട്ടോ ഗൗതം. അപ്പോൾ ഗൗതം അതിനിടയ്ക്ക് ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടോ, എന്താ ഇങ്ങനെ സൗഹൃദം ഇല്ലാണ്ടിരിക്കണേ, ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടതേ ഗൗതം അവരെ കൈയൊക്കെ പിടിപ്പിച്ചിരുത്തിയതാണ് കേട്ടോ. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു പോയിട്ടോ അവൻ്റെ സംസാരം കേട്ടപ്പോഴേ. പിന്നെ 2 അമ്മമാരെയും കൂടി അരികിലൊക്കെ നിർത്തിയിട്ട് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴേക്ക് ഫാമിക്ക് അലമ്പായി തുടങ്ങിയിട്ടോ. വേറെ ഒന്നും അല്ല, അവന് വിശക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അവന് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും. ഇപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ട്. നല്ല വെയിലുമാണ്. സത്യത്തിൽ ഞാനും അങ്ങ് ക്ഷീണിച്ചിട്ടോ. നമ്മൾ സാധാരണ എന്താ പറയുക, ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണമൊക്കെ വരില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്ന് ഇനി എല്ലാം പാക്ക് ചെയ്യണമല്ലോ. നമുക്കിവിടെ നിന്ന് തിരിക്കണം. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബ്രിഡ്ജ് കാണാനൊക്കെ പോയിട്ട് അവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ വിചാരിച്ച സമയത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി.
വൈകി. എന്നിട്ട് നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് അങ്ങ് പോരുവാണ്. അപ്പം ഇന്ന് നമ്മുടെ വിഹയുടെ ബർത്ത്ഡേ ആയിരുന്നു, April 19. അപ്പം നമ്മൾ അവൾക്ക് സർപ്രൈസായിട്ട് ബസ്സിൽ വെച്ച് തന്നെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങി അവളെ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, അവൾക്ക് പെട്ടെന്ന് ബസ്സിലിങ്ങനെ പെട്ടെന്ന് ബർത്ത്ഡേ സോങ് ഒക്കെ ഇട്ടപ്പോൾ ആളിങ്ങനെ അന്തം വിട്ടു പോയിട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മൾ എന്താ പറയുക, ഒരു ക്ഷേത്രത്തിൽ കൂടി കയറിയായിരുന്നു കേട്ടോ, ആഴിമല. അവിടെ കയറിയായിരുന്നു. അപ്പോൾ അവിടെയും കയറി, അവിടെയും ഒരു ശിവക്ഷേത്രമാണ്. അപ്പം നമ്മൾ അവിടെ കയറി തൊഴുതിട്ട് അവൻ്റെ അടുത്തിട്ടും അകത്ത് കയറി തൊഴുതില്ല കേട്ടോ, കാരണം എല്ലാവരും നോൺ വെജൊക്കെ കഴിച്ചേക്കുന്നുണ്ട്. പുറത്തുനിന്ന് തന്നെയാണ് തൊഴുതത്. എന്നിട്ട് അതിൻ്റെ അടുത്തും ഒരു ബീച്ചുണ്ട് കേട്ടോ, നമുക്ക് അതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബീച്ച് സൈഡാണ് കേട്ടോ ആ അമ്പലം. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ അമ്പലത്തിലേക്ക് നല്ല ഇറക്കത്തിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. നല്ല ഇറക്കത്തിലിങ്ങനെ ഇറങ്ങി വരണം. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ തിരിച്ച് കയറാൻ പണ്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ച് കയറാനായിട്ട്. നമ്മുടെ വണ്ടി അങ്ങോട്ട് അകത്തേക്ക് വിടിയില്ല, അത്രയും വലിയ ബസ്സായതുകൊണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് തിരിച്ച് കയറാൻ ഇങ്ങനെ ഓട്ടോയൊക്കെ അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോന് 30 രൂപ എടുത്തുന്ന 4-5 പേര് അവർ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് ആക്കിത്തരും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ആ ബീച്ചിലും കൂടി, അമ്പലത്തിനടുത്ത് തന്നെയാണ് ആ ബീച്ച്. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ഒരു കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുതിര ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റി ഒരു റൈഡ് എടുക്കുന്നതിന് 100 രൂപയുള്ളൂ. അപ്പോൾ ആമിക്കും വിഹക്കും കയറണമെന്ന് നിർബന്ധം. എന്നാൽ പിന്നെ രണ്ടിനെയും കൂടി കയറ്റിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുതിരപ്പുറത്തൊക്കെ രണ്ടും കൂടി കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്നാൽ രണ്ടിനും നല്ല പേടിയുമുണ്ട്. പക്ഷേ എന്നാൽ കയറണ്ടെന്ന് പറഞ്ഞിട്ട് ഇല്ല, കയറണം. അപ്പോൾ പിന്നെ ഞങ്ങളും വിചാരിച്ചു ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് റൈഡ് എടുത്തിട്ട് വരട്ടെ, ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ കുട്ടികളെ ഇതിങ്ങനെയൊക്കെ ഒന്ന് കയറ്റാൻ പറ്റുള്ളൂ, അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് കയറ്റിയതാണ് കേട്ടോ. പാമി ഇതേ കയറാൻ പറ്റുന്നില്ല കേട്ടോ. എന്നിട്ട് പപ്പ കയറ്റെന്ന് പറഞ്ഞിട്ട് ചേട്ടനെ കൊണ്ട് അങ്ങനെ കയറ്റിച്ചിരുത്തിക്കുകയാണ്. പക്ഷേ കണ്ട പോലെയല്ല, കയറിയിരുന്നപ്പോൾ ആൾക്ക് നല്ല പേടിയായി. അയ്യോ ഇതെവിടെയാണ് കാല് വെക്കണ്ടേ, ചേട്ടാ എവിടെ പിടിക്കണമെന്നൊക്കെ അയാളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം അയാൾ പറഞ്ഞു വിഹേനയും കൂടി ഒരുമിച്ച് കയറ്റിക്കോ, 2 പേരെയും കൂടി ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂടി ആമിയുടെ ഫ്രണ്ടിൽ അവളെയും കൂടി ഇരുത്താമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആളെ കൂടി കയറ്റി 2 പേരും കൂടി പിടിച്ചൊക്കെ ഇരിക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞ അധികം ഇങ്ങനെ സ്പീഡിലൊന്നും നടത്തിക്കേണ്ട, പതിയെ പോയാൽ മതി, ഒരു ചെറിയൊരു റൗണ്ട് എടുത്താൽ മതി, അത്രയും ദൂരമൊന്നും പോകണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളുടെ കുതിരപ്പുറത്ത് കയറാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തേ. പക്ഷെ മാമിക്ക് ഇത് കണ്ടിട്ട് കയറണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, ആൾക്ക് പേടിയായെന്ന് തോന്നുന്നു. ആള് കയറണമെന്നൊന്നും പറഞ്ഞില്ല. ഇവർ രണ്ടുപേരും ഇരുന്ന് അലമുറ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ, കാണുന്ന പോലെയല്ല കയറിയപ്പോഴും. അയ്യോ ഇതെങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടി എവിടെ പിടിക്കൂ, എങ്ങനെയാ ഓടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച എടുക്കുമായിരുന്നു. അത് ശരിയാണല്ലോ, നമ്മൾ കുതിരപ്പുറത്ത് കയറുമ്പോൾ കാണുന്ന പോലെയല്ല, അതിൻ്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അയ്യോ നമുക്കൊരു ടെൻഷനാവും കയറിയിരിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും നല്ല രസം, നല്ല ഒരു യാത്രയാണ് കേട്ടോ. നമുക്ക് എല്ലാ വർഷവും ഇപ്പോൾ ഓരോ കാരണങ്ങൾ കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചാലും നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാ വർഷവും പോകാനായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു ഇതാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ പോകാം, പക്ഷേ എല്ലാവരും കൂടിയിട്ട് പോകുന്ന ആ ഒരു സുഖം, നമ്മൾ ഒറ്റയ്ക്ക് പോയെന്ന ഒരു ഫാമിലി ആയിട്ട് പോയെന്ന ആ ഒരു സുഖം കിട്ടത്തില്ലല്ലോ. എല്ലാവരും കൂടി ഇപ്പോൾ ഞങ്ങൾ മിക്കവാറും ഈ 50 പേരൊക്കെ ആയിട്ട് തന്നെയാണ് എപ്പോഴും പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടി പോകുന്നത് ഒരു സുഖമുള്ളൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.